നമ്മൾ ഒരു വിഷമഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകാന്ന് വിചാരിച്ചോ. അപ്പോൾ ശരിക്കും നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സീക്വൻസായി ഭാഷയുടെ അകത്ത്. അത്രയും ആളുകൾ മറ്റേ കെട്ടിയിട്ടടിച്ചിട്ട് പുള്ളി മഴയത്ത് ഇതൊക്കെ എന്താണെന്നാണ് ഭയങ്കര ശരിക്കും ഭാഷ ആ രീതിയിൽ നോക്കിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമം മാറ്റാനും പറ്റുന്ന പാടാ ഭാഷ. അതെ 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 അതെ. തളപതിയിലെ ഓരോ ഹൈ പോയിന്റ് ഒരു സ്ലോ മോഷനും ഇല്ലാതെ കാണിക്കുന്ന പരിപാടി ഭയങ്കര അതേപോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഇവിടുത്തെ ആളുടെ പറയാം, ഇപ്പൊ രജനി സാർ, അതേപോലെ മമ്മൂക്കെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. മമ്മൂക്കയാണ് എനിക്ക് പ്രീസിൽ അവസരം തരുന്നത്. ഓക്കെ. മമ്മൂക്കയാണ് കാരവാനിൽ എന്നെ വിളിച്ചിട്ട് എന്തിവിടെ ഡയറക്റ്റ് ജോഫിൻ ചേട്ടനുണ്ട്, ഇവൻ ഓക്കെ അല്ലേ? ജോഫിൻ ചേട്ടൻ പറഞ്ഞു ഓക്കെയാണ്, എന്നാ പോ ഡ്രസ്സ് മാറും, മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വാ നോക്കാം നമുക്ക്. ക്യാരക്ടർ ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ചേർന്ന് നിൽക്കുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തായിരിക്കും എന്നെ? ഇല്ല. ഞാൻ അന്ന് ഭയങ്കര പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ ഞാൻ. അതായത് ആ സമയത്ത് 2 ടേക്ക് പോയപ്പോഴത്തേക്കും പ്രീസ്റ്റിലെ എഡീസ് എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ കുമിഞ്ഞു കൂടി. അപ്പൊ മമ്മൂക്ക് പറഞ്ഞു മാറ് എന്റെ കുട്ടി എല്ലാരും കൂടെ ഉപദ്രവിക്കല്ലേ. എനിക്ക് അതിൽ വിഷമം എന്താണെന്ന് വെച്ചാൽ പുള്ളി തന്നെ ഒരു സ്റ്റേജിൽ പറഞ്ഞു ഇവൻ ഒരു റൗണ്ട് ഓടും. പക്ഷെ പുള്ളി ഇത്രയും പറഞ്ഞിട്ടും എനിക്ക് എൻ്റെ പരിപാടി എനിക്ക് പ്രീസ്റ്റിൽ കാണിക്കാൻ പറ്റിയില്ല. എൻ്റെ പേടി എന്നെ നശിപ്പിച്ച്. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്ത് തന്നെ. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ്. മമ്മൂക്ക ആണെങ്കിലും ലാലേട്ടൻ്റെ കൂടെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങുന്നതാ, വെളിപാടിൻ്റെ പുസ്തകം ഓടിയനും. എനിക്ക് ഭയങ്കര താല്പര്യം. എനിക്ക് ഇവരുടെ കൂടെ അതെന്ത് റോള്, ഒരു സെക്കൻഡ് എന്നെ വിളിച്ചാൽ പോലും ഞാൻ റെഡി. കാരണം എനിക്ക് ഇവരുടെ കൂടെ എനിക്ക് അന്ന് വിട്ട സാധനം എനിക്ക് തിരിച്ചു പിടിക്കണം. അന്ന് ഞാൻ പ്രീസ്റ്റിൽ എനിക്ക് വിട്ടുപോയ സാധനം ഞാൻ തിരിച്ചു പിടിക്കാൻ ഞാൻ അത്രയും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ ഒപ്പം ആണെങ്കിലും ലാലേട്ടൻ്റെ ഒപ്പം. എനിക്ക് ലാലേട്ടൻ്റെ ഒപ്പം മമ്മൂക്കയുടെ പ്രോസസ്സും കാര്യങ്ങളും ലാലേട്ടൻ്റെ ഒപ്പം എനിക്ക് അത് സംഭവിച്ചിട്ടില്ല. ഞാൻ ലാലേട്ടൻ്റെ ഒപ്പം വരും, എന്നെങ്കിലും ഒരു കിടിലം പരിപാടി വരും ഉറപ്പാ. ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റാ. ലാലേട്ടൻ്റെ ഒപ്പവും മമ്മൂക്കയുടെ ഒപ്പവും ഞാൻ ചെയ്യും. പക്ഷെ അത് പ്രീസ്റ്റ് അല്ല, അതിൻ്റെ അപ്പുറത്തൊരു പരിപാടി. ആ പേടിയില്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ കൂടെ ഞാൻ സ്ക്രീനിൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കും. എനിക്കത് ചെയ്യണം. കാരണം എന്നെ അത്രയും വിശ്വസിച്ച് മമ്മൂക്ക അതൊരു തന്നിട്ട് എനിക്കത് അത്ര അങ്ങോട്ട് പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഗിൽട്ടുണ്ട് ഉള്ളിൽ. അതേപോലെ അൾട്ടിമേറ്റ്ലി ഞാൻ ചാൻസ് ഒക്കെ ചോദിക്കും. ഞാൻ രജനി സാറിൻ്റെ കൂടെ ഐ വിൽ വർക്ക് വിത്ത് ഹിം. ഞാൻ ജയിലറിലൊക്കെ ചാൻസ് ചോദിച്ചതാണ്, എനിക്കത് കിട്ടിയില്ല. അത് ക്യാരക്ടർ ചിലപ്പോൾ ഇല്ലായിരിക്കും, പക്ഷെ കിട്ടും, അഭിനയിക്കും. അതൊരു മൊമെൻ്റ് ആയിരിക്കും. എൻ്റെ അമ്മയെ കൊണ്ടുപോകും ഫസ്റ്റ് ഡേ ഷൂട്ടിന്. അതെൻ്റെ മൊമെന്റാ. അത് ഞാൻ എന്തായാലും ഞാൻ ചെയ്യും. എനിക്കത് ചെയ്യണം. ഒരു വലിയ 200 പേജിന്റെ പുസ്തകം തന്നെ ഉണ്ടല്ലോ സ്വപ്നങ്ങളുടെ. സ്വപ്നം നമുക്ക് കാണാലോ ബ്രോ. ഇത് ആഗ്രഹമാണ്, സ്വപ്നമല്ല. എനിക്കിത് ആഗ്രഹമാണ്. എനിക്കിത് വേണം എന്ന് ഞാൻ അമിതമായിട്ട് ആഗ്രഹിക്കുന്നതാ. റീസണബിൾ ആയിട്ടുള്ള ആഗ്രഹമാണ്. മമ്മൂക്കയോട് അഭിനയിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ്. ഞാനത് അഭിനയിച്ചതാ. ആ കേസ് എനിക്ക് തിരിച്ചു പിടിക്കണം. എനിക്ക് മമ്മൂക്കയുടെ കൂടെ നല്ല രീതിയിൽ എനിക്ക് ഇവൻ കൊള്ളാം. ഇപ്പൊ നമ്മള് കണ്ണൂർ സ്ക്വാഡ് കണ്ടപ്പം അർജുൻ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് നിന്നില്ലേ, കിടിലമായിരുന്നില്ലേ? അപ്പൊ അതുപോലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ മിസ് ചെയ്തത്. എനിക്ക് തിരിച്ചു പിടിക്കണം ബ്രോ അത്. ഈ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ നമ്മൾ 90s ജനിച്ചിട്ടുള്ള എല്ലാവരുടെയും ലൈഫിന് അനിരുദ്ധിന്റെ മ്യൂസിക് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഫ്രം മൈ ഡിസ്കവറി ടു VIP സൗണ്ട് ട്രാക്ക്, ജേഴ്സിയുടെ സൗണ്ട് ട്രാക്ക്, പിന്നെ ബാക്കിയുള്ള കൊമേഴ്ഷ്യൽ സൗണ്ട് ട്രാക്കുകൾ ഉൾപ്പെടെ. അതിൽ നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് RR ചെയ്യുന്നത് അനിരുദ്ധാണെന്ന് അറിയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതെ അതെ, അത് വല്ലാത്തൊരു ഈഗോ ബൂസ്റ്റാണ് നമുക്ക്. പിന്നെ അത് ഫസ്റ്റ് ഡേ തന്നെ സാർ എൻ്റെ അടുത്ത് ലുക്ക് ടെസ്റ്റിന് കണ്ടപ്പോഴേ പറഞ്ഞു സിനിമ ഷൂട്ട് ചെയ്യുന്ന ഗിരീഷ് ഗംഗാധരനാണ്, മ്യൂസിക് ചെയ്യുന്ന അനിരുദ്ധാണ്. നമ്മൾ ഞാനിങ്ങനെ പൊളി. കാരണം അനിരുദ്ധിന്റെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ കൂട്ടുകാരന്മാരുടെ അടുത്ത് എന്തെങ്കിലും അനിരുദ്ധ് വർക്ക് ചെയ്യണ പടത്തിൽ ഞാൻ നിന്നോളാന്ന് പറഞ്ഞിട്ട് നടന്നു എന്നുള്ളതാ. അപ്പം അത് ഒബ്വിയസ്ലി നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരുടെ മൊബൈലിലും അനിരുദ്ധിന്റെ ട്രാക്ക് ഉണ്ട് ബ്രോ. അനിരുദ്ധിന്റെ പാട്ടുകൾ പല ആക്ടേഴ്സിനും കുറച്ചും കൂടെ അപ്ലിഫ്റ്റും. ഇപ്പൊ നമ്മള് VIP ഏറ്റവും വലിയത് അനിരുദ്ധിന്റെ പാട്ടുകളും ഭയങ്കരമായിരുന്നു, 3 അതും എല്ലാം. അപ്പം അതുപോലെ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ നമ്മൾ വരുമ്പോ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ആൾക്കാർ നമ്മളെ ഒന്ന് വാച്ച് ചെയ്യൂലേ, കുറച്ചും കൂടെ നമുക്ക് ഒരു പരിഗണനയും കൂടെ കിട്ടൂലേ എന്നുള്ളൊരു സാധ്യതയും പിന്നെ ഒരു എക്സൈറ്റ്മെന്റും. എനിക്ക് എന്തെങ്കിലും എൻ്റെ ഒരു BGM ഇപ്പം ഞാൻ അന്ന് അവിടെ പറഞ്ഞ പോലെ തന്നെ ഈ പടത്തിന്റെ OST ഇറങ്ങുമ്പോൾ ഇതേ രജനീകാന്തിന്റെ ട്യൂണിന് ശേഷം ഈ BGM കൂടെ ഞാൻ മിക്സ് ചെയ്യും. സംസാരിക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ അവിടെ വെച്ച് തന്നെയാണ് സംസാരിച്ചത്. ഞാൻ വന്നു, അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് അനിരുദ്ധിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇരുന്ന് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് കോൺടാക്ട് ഉണ്ട്, പ്ലീസ് എന്നെ ഒന്ന് സജസ്റ്റ് ചെയ്ത് വിട് എല്ലായിടത്തും. എനിക്ക് അതേ ചോദിക്കാനുള്ളൂ. ഞാനത് ചോദിച്ചു. കാരണം
അതെ അതെ, കാരണം ഇത്രയും വലിയ വലിയ ആക്ടേഴ്സ് ചാൻസ് ചോദിക്കുന്നുണ്ട് ബ്രോ. അപ്പൊ നമ്മൾ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ആൻഡ് ഫൈനലി ഒരു ഔട്ട്സൈഡർ ഉണ്ടാക്കുന്ന ഒരു ബൂം ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമ തന്നെ ഏറ്റവും അവസാനം അതിൻ്റെ ഒരു വലിയ സ്കെയിലിൽ വിറ്റ്നസ് ചെയ്തത് അത് വിജയ് ദേവർകൊണ്ടാന്നുള്ള ഫിനോമിന കൊണ്ടാണ്. റൈറ്റ് ഫ്രം അർജുൻ റെഡ്ഡി പോലൊരു കൾട്ട് സിനിമ, അപ്പം അതിൻ്റെ പറയുന്ന കോണ്ടന്റ് എന്തായിക്കോട്ടെ, അത് ആളുകളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. വിജയ് ദേവർകൊണ്ടെന്നുള്ള ഫിനോമിന ഉണ്ടാക്കിയ ഒരു മാറ്റം ഉണ്ടല്ലോ, പാൻ ഇന്ത്യനൊക്കെ അയാളിലേക്ക് കൊണ്ടെത്തിച്ച കുറേ സമയങ്ങളുണ്ട്. അപ്പം അദ്ദേഹത്തിന് വേണ്ടി കുറേ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു കുറേ കാലത്തെ ഷൂട്ടിംഗ് അനുഭവം ഉണ്ട്. വിജയ് ദേവർകൊണ്ട എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ? എനിക്ക് അദ്ദേഹമായിട്ട് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം ഡയലോഗ് പഠിക്കുക എന്നുള്ളൊരു ലാസ്റ്റ് ഒരു ഫൈറ്റ് പരിപാടി വന്നപ്പോഴാണ് നമ്മൾ ഫ്രീ ആയത് സംസാരിക്കുക. അപ്പം പുള്ളി മലയാള സിനിമയെ കുറിച്ച് സംസാരിക്കുക, പുള്ളിയുടെ സംസാരിക്കുക. ദ തിങ് ഈസ്, പുള്ളി ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്നു, ഫൈൻ, വന്നത് ഓക്കെ, നിലനിൽക്കുന്നു. മനസ്സിലായോ? അതായത് പുള്ളിക്ക് ഇങ്ങനെ ആൾക്കാർ പറയുന്ന പോലെ ഇപ്പം അർജുൻ റെഡ്ഡി, ഗീതാ ഗോവിന്ദം, ടാക്സി വാല, ഡിയർ കോമ്രേഡ് കഴിഞ്ഞ ബാക്കിയുള്ളതെല്ലാം പുള്ളി വിചാരിച്ച എക്സ്പെക്ടേഷനിൽ വന്നിട്ടില്ല. പക്ഷെ അവിടുത്തെ ആൾക്കാർ പുള്ളിക്ക് കൊടുക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം, പുള്ളി ഭയങ്കര സ്വീറ്റാണെടാ. പുള്ളി എൻ്റെ പോസ്റ്ററൊക്കെ എടുത്ത് സ്റ്റോറി ഇട്ട്, അതായത് ഒരു കോ ആക്ടറിനെ ഒരു ഈഗോ ഇല്ലാതെ കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈവൻ സത്യദേവ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ട്, പുള്ളിയുടെ ചേട്ടനായിട്ട് അഭിനയിച്ചത്. അതെ അതെ അതെ, മഹേഷിന്റെ പ്രതികാരത്തിന്റെ റീമേക്ക് ചെയ്ത പുള്ളി ഒരു അതെ അതെ അതെ. അപ്പം പുള്ളി ഒരു അസാധ്യ ആക്ടറാണ്. എനിക്കും പുള്ളിക്കുമാണ് കൂടുതൽ സീൻസ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്തു നോക്കട്ടെ, ഇങ്ങനെ ഷട്ടിൽ, അപ്പൊ ആ ഒരു കംഫർട്ടബിൾ സ്പേസ് എനിക്കും ഉണ്ടായിരുന്നു. അതാണ് അങ്ങനെ തള്ളി ഇങ്ങനെ പിടിച്ച് അത്രയും ഇതായിട്ട് നമ്മൾ ചെയ്തതും. ഒരു സജഷനൊക്കെ പുള്ളി, ഞാൻ ഒരു സീൻ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോൾ ഒരു സാധനം ഞാൻ 2 പ്രാവശ്യം പറഞ്ഞാ നീ 2 പ്രാവശ്യം പറയണം, 1 പ്രാവശ്യം പറഞ്ഞാൽ മതി, ഇതൊക്കെ പുള്ളി പറയുന്നതും. അപ്പം ഇതെല്ലാം ഇപ്പം ഞാനിപ്പം വരുന്ന രജീഷ വിജയൻ തൊട്ട്, മമ്മൂക്ക തൊട്ട്, ലാലേട്ടൻ തൊട്ട്, GV പ്രകാശ് തൊട്ട്, വിജയ് ദേവർകൊണ്ട, സത്യദേവ്, ഇവരുടെ എല്ലാം ഉണ്ട് ബ്രോ. ഇവരുടെ എല്ലാം പിക്ക് ചെയ്തെടുക്കാറുണ്ട്. ഈവൻ വിജയ് സേതുപതി, അദ്ദേഹമായിട്ട് ഒരു പടത്തിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു പടം. അപ്പം ചെയ്തപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസാ. അപ്പം ഞാനങ്ങ് ദൂരെ നിന്ന് ഓടി വരണം, ഒരു പയ്യൻ വരുന്നു, ഫൈറ്റ്. ഇവിടെ നിന്ന് ഒരു പയ്യൻ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ എത്തണം, ടൈമിങ് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു മുൾക്കാട് പോലെയൊക്കെയാണ്, കണ്ടുകൂടാ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ തെറ്റിച്ചപ്പോൾ ഡയറക്ടറൊക്കെ വന്ന് വഴക്ക് പറഞ്ഞു. ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ 1 വർഷം മുന്നേ. അപ്പം അടുത്ത പ്രാവശ്യം ടേക്ക് ഓഫ്, വിജയ് സേതുപതി തിരിച്ചിട്ടുണ്ട്, ഓക്കെ ഇല്ലേ, ഓക്കെ ആയി, ഞാൻ നിന്റെ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എനിക്കറിയായിരുന്നു നിന്റെ കഷ്ടം, നീ അവിടെ നിന്ന് ഇത്രയും ബുദ്ധിമുട്ടി ഓടി വരണത് എനിക്കറിയാം, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇറങ്ങുമ്പോഴും ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാ, ഞാൻ പറഞ്ഞത് മറക്കല്ലേ, നീ ഹീറോ ആണ്, യു ആർ എ ഹീറോ മെറ്റീരിയൽ, അത് മാത്രം നീ ഫോക്കസ് ചെയ്യും. ഭയങ്കര ഇതുപോലത്തെ കുറെ ആൾക്കാരുടെ, അതായത് ഇവര് അവരുടേതായിട്ടുള്ള അച്ചീവ്മെന്റും അല്ലെങ്കിൽ ഇവരുടെ ഇതെല്ലാം വന്നിട്ട് ഇവര് ഒരു കോ ആക്ടറിനെ ബ്ലെസ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബ്രോ, ഇതെല്ലാം എനിക്ക് വലുതാ. അതിനി എന്ത് ചെറിയ കാര്യം നടന്നാലും എനിക്ക് ഇതൊക്കെ ഒരു വലിയ മാറ്ററാ. അതാണ് എൻ്റെ ഹാപ്പിനെസ്.